ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാലും സാമൂഹിക സാംസ്കാരിക വൈവിധ്യങ്ങളാലും സമ്പന്നമായ പ്രദേശമാണ് കാസർഗോഡ് ജില്ലയുടെ വടക്ക് കിഴക്കൻ മേഖല. ഭാഷാപരമായ പ്രത്യേകതകൾ ഒരു സമൂഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് ഇവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ കുടുംബശ്രീ യോഗത്തിൽ എത്തിച്ചേർന്ന പ്രസിഡന്റിനും അതുപോലെ മറ്റ് അംഗങ്ങൾക്കും ഞാൻ ಸ್ವಾಗತ അറിയിച്ചുകൊള്ളുന്നു. ಇದು ನಮ್ಮ ಕುಟುಂಬಶ್ರೀ ಕಾರ್ಯದರ್ಶಿ ಸುಂದರ್ ಅವರು ಹಾಗೂ ಇಲ್ಲಿ ಸೇರಿರುವ ಎಲ್ಲ ಕುಟುಂಬಶ್ರೀಯ ಸದಸ್ಯರಿಗೂ ನನ್ನ നമസ്കാരങ്ങൾ. കന്നഡ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന 15ഓളം തദ്ദേശ സ്ഥാപനങ്ങൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. ഈ പ്രദേശങ്ങളിലും കുടുംബശ്രീ മിഷൻ മറ്റു സ്ഥലങ്ങളിലെന്ന പോലെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും വേരുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ദാരിദ്ര്യ ലഘൂകരണത്തിലും സ്ത്രീ ശാക്തീകരണത്തിലും കാസർഗോഡ് ജില്ലയിലെ ഇതര പ്രദേശങ്ങളിൽ കൈവരിച്ച ആനുപാതികപരമായ വളർച്ച കന്നഡ ന്യൂനപക്ഷ മേഖലയിൽ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കുടുംബശ്രീ മിഷൻ കന്നഡ ഭാഷാ ന്യൂനപക്ഷ മേഖലയിൽ പ്രത്യേക ഇടപെടലുകൾ നടത്തുന്നതിനായി കന്നഡ സ്പെഷ്യൽ പ്രൊജക്ട് 2022-23 ಸಾಂಬತ್ತಿಕ ವರ್ಷത്തിൽ ಆರಂಭಿക്കുന്നത്. ತುಂಬಾ ಕುಟುಂಬಶ್ರೀ ಇದ್ದಲ್ಲಿ ನಾವು 2 ಬ್ಯಾಚ್ಗಳನ್ನಾಗಿ ಆಗಿದೆ ಈ ಪ್ರಜ್ಞಾ ಎನ್ನುವ ಟ್ರೈನಿಂಗ್ ಅನ್ನು ನಡೆಸ್ತಾ ಇರುವುದು. ನಾವು ಇನ್ನು ಮುಂದೆ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಕನ್ನಡ ವಲಯದಲ್ಲಿ ಒಳ್ಳೆಯ ಕುಟುಂಬಶ್ರೀಯನ್ನು ರೂಪೀಕರಿಸಲು ನಮಗೆ ಸಾಧ್ಯವಾಗುವ ರೀತಿಯಲ್ಲಿ ನಾವು ಇದನ್ನು ಮುನ್ನಡೆಸಬೇಕೆಂದು ಮಾತ್ರವಾಗಿದೆ ನಮ್ಮ ಆಗ್ರಹ. ഇപ്പോൾ 265ഓളം അയൽക്കൂട്ടങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ 11 JLG ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 25 JLG ഉണ്ട്. 14 JLG കൂടി പ്രവർത്തിക്കുന്നുണ്ട്. 15ഓളം പഞ്ചായത്തുകളിൽ പ്രത്യേകം പരിശീലനം നൽകിയ മലയാളം കന്നഡ ഭാഷ കൈകാര്യം ചെയ്യുന്ന 30 റിസോഴ്സ് പേഴ്സൺമാരെ നിയോഗിച്ചു. കന്നഡ കമ്മ്യൂണിറ്റി മെന്റർ എന്ന പേരിൽ ഫീൽഡ് സ്റ്റാഫായി പ്രവർത്തിക്കുന്നു. കുടുംബശ്രീ സംഘടനാ വിപുലീകരണം, ശാക്തീകരണം, സൂക്ഷ്മ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഉപജീവന മേഖല അഭിവൃദ്ധിപ്പെടുത്തൽ, പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനം, ലിംഗസമത്വ പ്രചാരണം, വിദ്യാഭ്യാസ, ശുചിത്വ, ആരോഗ്യ മേഖലകളിൽ ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ കമ്മ്യൂണിറ്റി മെന്റർമാർ വഴി നടപ്പിലാക്കി. നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കുടുംബശ്രീ പ്രവർത്തകരായാലും അതിൻ്റെ ചെയർപേഴ്സൺ ആയാലും മെമ്പർ ആയാലും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമുക്കൊരു 50,000 രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ലോൺ അനുവദിച്ചു. അവർ അത്രയും നല്ലൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഡിസേബിൾഡ് ആയ ആളുകളായിട്ട് കൂടി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ സപ്പോർട്ടോടുകൂടി 2019 ഞങ്ങൾ ഈ മദ്ര ഫ്ലോർ മിൽ തുടങ്ങിയത്. കൊറോണ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട ഒരു സമയമായിരുന്നു. ആ സമയത്തൊക്കെ നല്ലൊരു ഫണ്ട് കൊടുത്തിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഈ ജില്ലാ മിഷന്. പിന്നെ 23 ഞങ്ങൾക്ക് മികച്ച സംരംഭം എന്നൊരു അവാർഡ് കൂടി കിട്ടി. ഇപ്പോൾ 4 പേരും ഒരുപാട് ഹാപ്പിയാണ്. ಇಲ್ಲಿ ADSನ ವತಿಯಿಂದ ನಾವು ಒಂದು ಲೈಬ್ರರಿಯನ್ನು 2016ರಲ್ಲಿ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದೇವೆ. ಇದರಲ್ಲಿ ತುಂಬ 800 ಬುಕ್ಕುಗಳು ಇಲ್ಲಿ ಲಭಿಸ್ತವೆ. ಇಲ್ಲಿ ಎಲ್ಲ ಮಕ್ಕಳಿಗೆ ನಾವು ಬುಕ್ಕುಗಳನ್ನು ಓದಲು ಕೊಡ್ತೇವೆ. ಕನ್ನಡ ಸ್ಪೆಷಲ್ ಪ್ರಾಜೆಕ್ಟ್ ಬಂದ ಕಾರಣ ನಮ್ಮ ಗಡಿನಾಡ ಕಡೆಯಲ್ಲಿ ಇರುವ ಎಲ್ಲರಿಗೂ ಮಲಯಾಳದ ಬಗ್ಗೆ ಅಷ್ಟೊಂದು ಬರೀಲಿಕ್ಕೆ ಓದಲಿಕ್ಕೆ ಗೊತ್ತಿರುವುದಿಲ್ಲ. ಈ ಪ್ರಾಜೆಕ್ಟ್ ಬಂದ ನಂತರ ನಮಗೆ ಕನ್ನಡದಲ್ಲಿ ಅದರ ಬಗ್ಗೆ ಮಾಹಿತಿ ಸಿಗ್ತದೆ. നിലവിൽ മഞ്ചേശ്വരം, കാറടുക്ക, കാസർഗോഡ് ബ്ലോക്കിലെ 15 പഞ്ചായത്തുകളിൽ മറ്റു കുടുംബശ്രീ CDSകളോട് കിടപിടിക്കുന്ന മികച്ച മാറ്റമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജയ 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 ഹേ